സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഹലോ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റുഡിയോ 1. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് മാത്സ് ഗണിതത്തിൽ നിന്നും ഓണപരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളുടെ 1-ാമത്തെ ഭാഗം ക്ലാസ് ആണ്. മാത്സിന്റെ പാർട്ട് 1 ആണ് കേട്ടോ. ഇപ്പൊ ഈ ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. പഠിച്ചിട്ടേ പോകാവൂ. ടീച്ചർ പഠിപ്പിച്ച ശേഷം ലാസ്റ്റ് ഒരു ഹോംവർക്ക് നൽകുന്നുണ്ട്. ആ ഹോംവർക്ക് നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, ആർ റെഡി? ഓക്കെ, ഇവിടെ കുറച്ച് നമ്പേഴ്സ് കാണുന്നുണ്ടോ? നിങ്ങൾ പഠിച്ചതാണല്ലോ. ഈ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 11 11, 11 9, 13, 10, 5, 12, 6, 15, 8, 17. 11 9, 13, 10, 5, 12, 6, 15, 8, 17. നമ്പേഴ്സ് നിങ്ങൾ നല്ലതുപോലെ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ now write the answers to the question below. താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഓക്കെ, താഴെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ശരിയായ ഉത്തരം നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ നൽകിയിരിക്കുന്ന നമ്പേഴ്സിൽ നിന്നും ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്മോളസ്റ്റ് നമ്പർ. സ്മോളസ്റ്റ് ചെറുത്. സ്മോളസ്റ്റ് ഏറ്റവും ചെറുതാണ് കേട്ടോ. ദ സ്മോളസ്റ്റ് നമ്പർ ഏറ്റവും ചെറിയ സംഖ്യ. ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താനായിട്ട് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 1-ൽ നിന്നാണ് അല്ലേ. അപ്പോൾ 1 ഉണ്ടോ എന്ന് നോക്കുക. 1 ഉണ്ടോ? നോ. 2 നോ. 3 നോ. 4 ഇവിടെ ഇല്ല. 5 യെസ്, 5 ഇവിടെ ഉണ്ട്. അപ്പോൾ 1 2 3 4 5 ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന നമ്പർ ഇവിടെ ഏത് ആദ്യം വന്നേ? 5. 5 ആണ് സ്മോളസ്റ്റ് നമ്പർ. 1 2 3 എന്ന് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ഏത് നമ്പർ ആണോ ആദ്യം വരുന്നത് അത് സ്മോളസ്റ്റ് നമ്പർ. ഇവിടെ 1 2 3 4 5 5 ഇവിടെ ഉണ്ട്. 1 ഇല്ല, 2 ഇല്ല, 3 ഇല്ല, 4 ഇല്ല, 5 ഉണ്ട്. അപ്പോൾ 5 ആണ് സ്മോളസ്റ്റ് നമ്പർ.
ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 5. 5 നമ്മൾ 5 ഇവിടെ എഴുതുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വേറെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇവിടെ ടീച്ചർ എക്സാമ്പിളായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്നും നിങ്ങൾ സ്മോളസ്റ്റ് നമ്പർ കണ്ടെത്തണം. ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്തി എഴുതണം. അത് ടീച്ചർ ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അറിയാലോ? അറിയാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The biggest number. The biggest number. ഏറ്റവും വലിയ സംഖ്യ. The biggest number. ഏറ്റവും വലിയ സംഖ്യ. ഏറ്റവും വലിയ സംഖ്യ ഇവിടെ നോക്കുമ്പോൾ 10-നേക്കാളും വലുതായിരിക്കും അല്ലേ? 10-നേക്കാളും വലുതാകുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ഡിജിറ്റ് നോക്കിയാൽ മതി. രണ്ടാമത്തെ സ്ഥാനത്തുള്ള ഇവിടെ ആദ്യം കാണുന്ന ഇവിടുത്തെ ഈ പൊസിഷനിലെ സംഖ്യ നോക്കിയാൽ മതി. ഇവിടെ 1 ആണ്. 1 വരുമ്പോൾ 11 ആയി. 3 വരുമ്പോൾ 13 ആയി. 2 വരുമ്പോൾ 12 ആയി. 5 വരുമ്പോൾ 15 ആയി. 7 വരുമ്പോൾ 17 ആയി. ഇവിടെ ഏറ്റവും വലിയ നമ്പർ 1 ആണോ 3 ആണോ 2 ആണോ 5 ആണോ 7 ആണോ? ഏതാ? 7. അപ്പൊ ഏറ്റവും വലിയ നമ്പർ 17. ഏറ്റവും വലിയ നമ്പർ ഏതാ? ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാ? ഏറ്റവും വലിയ സംഖ്യ ഏതാ? ഇവിടെ നൽകിയിട്ടുള്ള ബിഗ്ഗസ്റ്റ് നമ്പർ 17. 17 എന്ത് ചെയ്യുക? എഴുതുക. അപ്പോൾ സ്മോളസ്റ്റ് നമ്പർ കണ്ടെത്താനായിട്ടും ബിഗ്ഗസ്റ്റ് നമ്പർ കണ്ടെത്താനായിട്ടും ചോദ്യം ഉണ്ടാവും. പഠിച്ചിട്ടേ പോകാവൂ. ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൽ സ്മോളസ്റ്റ് നമ്പർ ഏതാണ്, ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണ് എന്ന് കണ്ടുപിടിക്കാം. അടുത്ത ചോദിക്കുന്ന ചോദ്യം, നമ്പേഴ്സ് ബിലോ 10. 10-നേക്കാൾ ചെറിയ സംഖ്യകൾ ഏതൊക്കെ? 10-നേക്കാൾ ചെറിയ സംഖ്യകൾ. നമ്പേഴ്സ് ബിലോ, തെറ്റിപ്പോവല്ലേ, ബിലോ, നമ്പേഴ്സ് ബിലോ 10. നമ്പേഴ്സ് ബിലോ 10. 10-ന് താഴെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാ? 10-ന് താഴെ ഏറ്റവും ചെറിയ സംഖ്യ ടീച്ചർ പറഞ്ഞു ഏതാ? 5. 5 കഴിഞ്ഞ ശേഷം 6. 6 കഴിഞ്ഞ ശേഷം 8. 8 കഴിഞ്ഞ ശേഷം 9. 10-ന് താഴെയുള്ള സംഖ്യകളാണ്. അപ്പോൾ 10 നമ്മൾ എഴുതേണ്ട. 10-നേക്കാൾ ചെറിയ സംഖ്യകൾ നമ്പേഴ്സ് ബിലോ 10 എന്ന് പറയുമ്പോൾ 10 നമ്മൾ എഴുതേണ്ട. 10-നേക്കാൾ ചെറിയ സംഖ്യകൾ എഴുതിയാൽ മതി. അതിനെന്ത് ചെയ്യാം? 1 2 3 4 5 6 7 8 9. 9 വരെയാണ് 10-നേക്കാൾ ചെറിയ സംഖ്യകൾ. 9 കഴിഞ്ഞാൽ 10 ആണ്. അപ്പോൾ 10-നേക്കാൾ ചെറിയ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 1 മുതൽ 9 വരെയുള്ള ഏതൊക്കെ സംഖ്യകൾ ഇവിടെ ഉണ്ടോ അതെല്ലാം എടുത്തെഴുതണം. ഓക്കെ, നമ്പേഴ്സ് ബിലോ 15 എന്ന് പറയുമ്പോഴോ 1 2 3 4 5 6 7 8 9 10 11 12 13 14. അടുത്ത് 15 ആണ്. 15-ന് പുറകിൽ ആരാ? 14. 14 വരെയുള്ള ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടോ അതെന്ത് ചെയ്യണം? ഇവിടെ എടുത്തെഴുതണം. അപ്പോൾ നമ്പേഴ്സ് ബിലോ 10, 10-നേക്കാൾ ചെറിയ സംഖ്യകളാണ് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 5 6 8 9. ഓക്കെ, 10 എഴുതാനായിട്ട് പാടില്ല. അപ്പോൾ ബിലോ ചെറിയ സംഖ്യകൾ, ബിലോ 10 ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എഴുതാനായിട്ട് അറിയാലോ? യെസ്. അടുത്തൊരു ചോദ്യം, നമ്പേഴ്സ് ബിറ്റ്വീൻ 10 and 15. നമ്പേഴ്സ് ബിറ്റ്വീൻ 10 and 15. 10-നും 15-നും ഇടയിലുള്ള സംഖ്യകൾ. ഇവിടെ നമ്മൾ ചെറിയ സംഖ്യകൾ ബിലോ ആയിരുന്നു. ഇവിടെ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ ഇടയിലുള്ളത്. ഏതൊക്കെ നമ്പേഴ്സിന് ഇടയിലുള്ളത്? 10 and 15. 10-നും 15-നും ഇടയിലുള്ള സംഖ്യകൾ. 10-നും 15-നും ഇടയിലുള്ള ഏതൊക്കെ സംഖ്യകളുണ്ട്? 10 കഴിഞ്ഞ ശേഷം 10 കഴിഞ്ഞാൽ 11 ഇവിടെ എഴുതാം. 12 ഇവിടെ എഴുതാം. 13 ഇവിടെ എഴുതാം. 14 ഇല്ല, അതുകൊണ്ട് എഴുതേണ്ട. നെക്സ്റ്റ് 15 ആണ്. 15-ന് ഇടയിലുള്ള 15-നും 10-ഉം 15-ഉം നമ്മൾ എഴുതേണ്ട. 10-ഉം 15-ഉം എഴുതേണ്ട. അതിന് ഇടയിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണോ ഇവിടെ ഉള്ളത് അത് കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. ഓക്കെ, 17 10 11 and 17 എന്ന് പറഞ്ഞാലോ? നമ്പേഴ്സ് ബിറ്റ്വീൻ 11 and 17 പറഞ്ഞാൽ ഏതൊക്കെ വരും? 12 13 15. 11-നും 17-നും ഇടയിലുള്ള സംഖ്യകൾ എഴുതുക. 11-ഉം 17-ഉം എഴുതാൻ അപ്പോൾ പാടില്ല. ഇവിടെ 10-നും 15-നും ഇടയിലുള്ള സംഖ്യകളാണ്.
അപ്പോൾ ഏതൊക്കെയാ? 11, 12, 13, 14 ഇവിടെ ഇല്ല. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ബിലോ പഠിച്ചു, ബിറ്റ്വീൻ പഠിച്ചു. ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സ്മോളസ്റ്റ് നമ്പർ കണ്ടെത്താനായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബിഗ്ഗസ്റ്റ് നമ്പർ. നെക്സ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ബിലോ, ചെറിയ സംഖ്യകൾ, ബിലോ നമ്പേഴ്സ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ബിറ്റ്വീൻ 10 and 15, ബിറ്റ്വീൻ നമ്പേഴ്സ്, ഇടയിലുള്ള രണ്ട് നമ്പേഴ്സിന്റെ ഇടയിലുള്ള സംഖ്യകൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പർ above 15, 15നേക്കാൾ വലിയ സംഖ്യ. ദ നമ്പർ above 15, above 15ന് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. എബവ് എന്ന് പറയുമ്പോൾ 15ന് മുകളിൽ, 15 കഴിഞ്ഞിട്ടുള്ളത്. ദ നമ്പർ above 15, ബിലോ എന്ന് പറയുമ്പോൾ താഴോട്ടുള്ള നമ്പേഴ്സ്, എബവ് എന്ന് പറയുമ്പോൾ മുകളിലോട്ടുള്ള നമ്പേഴ്സ്. ദ നമ്പർ above 15, 15നേക്കാൾ വലിയ സംഖ്യ ഇവിടെ ഏതാ ഉള്ളേ? 17, 17. 15 കഴിഞ്ഞ ശേഷമാണ് 16, 17. അപ്പോൾ 15 കഴിഞ്ഞിട്ടാണ് 17 വരുന്നത്. ആയതിനാൽ 15നേക്കാളും വലിയ സംഖ്യ, 15നേക്കാൾ വലിയ സംഖ്യ ഏതാ ഇവിടെ നൽകിയിട്ടുള്ളതിൽ? 17. ഓക്കെ, ഒന്നിൽ കൂടുതൽ സംഖ്യകൾ ഉണ്ടെങ്കിൽ അതെല്ലാം എഴുതണം കേട്ടോ. സ്മോളസ്റ്റ് നമ്പർ, ബിഗ്ഗസ്റ്റ് നമ്പർ, ബിലോ നമ്പർ, ബിറ്റ്വീൻ നമ്പർ, അബവ് നമ്പർ. ഇത്രയും മനസ്സിലായല്ലോ? നെക്സ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ്, റൈറ്റ് ദീസ് നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ബിഗ്ഗസ്റ്റ്. ഈ സംഖ്യകൾ എന്ത് ചെയ്യണം? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ്, ചെറുതിൽ നിന്ന്, ടു ദ ബിഗ്ഗസ്റ്റ്, വലുതിലേക്ക്. ആദ്യം നൽകിയിട്ടുള്ള സ്മോളസ്റ്റ്, ചെറുതിൽ നിന്ന് ബിഗ്, വലുതിലേക്ക്. സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമമായി എഴുതുക. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? ഏറ്റവും ചെറിയ നമ്പർ ഏതായിരുന്നു? സ്മോളസ്റ്റ് നമ്പർ ഏതായിരുന്നു? 5. 5 നമുക്കറിയാലോ. ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പർ ഏതായിരുന്നു? ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പർ 17. അപ്പോൾ 5 കഴിഞ്ഞ് ഇവിടെ ഏത് നമ്പറാ വരിക? 5, 6, 7 ഇവിടെ ഇല്ല, 8, 8 ഇവിടെ വരും, 9, 9 ഇവിടെ വരും, 10, 9 കഴിഞ്ഞാൽ 10 ഇവിടെ വരും, 10 കഴിഞ്ഞാൽ 11, 11 അടുത്ത് വരും, 11 കഴിഞ്ഞാൽ 12, 12 അടുത്ത് വരും, 12 കഴിഞ്ഞാൽ നെക്സ്റ്റ് 13, നെക്സ്റ്റ് 13 വരും, 13 കഴിഞ്ഞാൽ 14 ഉണ്ടോ? ഇല്ല, 15, 15 ഇവിടെ വരും, 16 ഇല്ല, 17 ആണ് ബിഗ്ഗസ്റ്റ് നമ്പർ. അപ്പോൾ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും നിങ്ങൾക്ക് അറിയായിരുന്നു അല്ലേ? അപ്പോൾ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും എഴുതി, അതിനിടയിലുള്ള സംഖ്യകൾ 5 കഴിഞ്ഞ് 6, 6 കഴിഞ്ഞ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ 8 ആണുള്ളത്. അങ്ങനെ വലിയ സംഖ്യ വരെ എത്തിച്ചു. അപ്പോൾ സംഖ്യകളെ ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമമായി എഴുതുക. റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ബിഗ്ഗസ്റ്റ്. അറിയാലോ? പഠിച്ചില്ലേ? യെസ്. അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്, റൈറ്റ് ദീസ് നമ്പേഴ്സ് ഫ്രം ദ ബിഗ്ഗസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമമായി എഴുതുക. റൈറ്റ് ദീസ് നമ്പേഴ്സ് ഫ്രം ദ ബിഗ്ഗസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക. അപ്പോൾ ആദ്യം ഇവിടെ എന്ത് എഴുതണം? വലിയ നമ്പർ എഴുതുക. വലിയ നമ്പർ ഏതാ? 17. ഏറ്റവും ലാസ്റ്റ് ഏതാ? ഏറ്റവും ചെറിയ നമ്പർ 5. വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയ നമ്പർ 17 ആയിരുന്നു, ഏറ്റവും ചെറിയ നമ്പർ 5 ആയിരുന്നു. അപ്പോൾ 17 തൊട്ട് പുറകിൽ ആരാ ഉള്ളേ? 15. 15 തൊട്ട് പുറകിൽ ആരുണ്ടായിരുന്നു ഇവിടെ? 13. 13 തൊട്ട് പുറകിൽ ആരുണ്ടായിരുന്നു? 12. 12 തൊട്ട് പുറകിൽ 11 ഉണ്ടായിരുന്നു. 11 തൊട്ട് പുറകിൽ 10 ഉണ്ടായിരുന്നു. 10 മുൻപ് ആരാ? 9. 9 മുൻപ് ആരാ? 8. 8 മുൻപ് 7 ആണ്. 7 ഇവിടെ ഇല്ല. 7 മുൻപ് 6. 6 മുൻപ് 5. ഓക്കെ, എല്ലാ നമ്പേഴ്സും എഴുതിയല്ലോ? എഴുതി. അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാനായിട്ടും ചോദിക്കും. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഇതുവരെ പഠിച്ചു? സ്മോളസ്റ്റ് നമ്പർ, ബിഗ്ഗസ്റ്റ് നമ്പർ, ബിലോ നമ്പർ, ബിറ്റ്വീൻ നമ്പേഴ്സ്, above number, smallest to biggest, biggest to smallest. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനൊക്കെ നിങ്ങൾ ആൻസർ എഴുതി നോക്കുക. ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരട്ടെ? ഓക്കെ, ഹോംവർക്ക്
ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതുക, എന്നിട്ട് ചെയ്യുക. കണ്ടെത്തേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാവോ? ദ സ്മോളസ്റ്റ് നമ്പർ, ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്തണം. ദ ബിഗസ്റ്റ് നമ്പർ, ഏറ്റവും വലിയ സംഖ്യ കണ്ടെത്തണം. നമ്പേഴ്സ് ബിലോ 12, 12നേക്കാൾ ചെറിയ സംഖ്യകളാണ് കണ്ടെത്താനുള്ളത്. 12നേക്കാൾ ചെറിയ സംഖ്യ, നമ്പേഴ്സ് ബിലോ 12. നമ്പേഴ്സ് ബിറ്റ്വീൻ 8 ആൻഡ് 18, നമ്പേഴ്സ് ബിറ്റ്വീൻ 8 ആൻഡ് 18, 8നും 18നും ഇടയിലുള്ള സംഖ്യകൾ. നമ്പേഴ്സ് എബവ് 11, 11നേക്കാൾ വലിയ സംഖ്യകൾ. റൈറ്റ് ദീസ് നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ബിഗസ്റ്റ്. റൈറ്റ് ദീസ് നമ്പേഴ്സ് ഫ്രം ബിഗസ്റ്റ് ടു സ്മോളസ്റ്റ്. ചെറുതിൽ നിന്നും വലുതിലേക്കും വലുതിൽ നിന്ന് ചെറുതിലേക്കും എഴുതുക. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തുവല്ലോ? കറക്റ്റായിട്ട് ആൻസർ കണ്ടെത്തണം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.